നമസ്കാരം. ഇവിടെ കളി നടന്നുകൊണ്ടിരിക്കുകയാണ്. കളി തീർന്നില്ല. അതാ 130-ൽ 5. ജോ റൂട്ട് പോയി കഴിഞ്ഞാലേ കളി ജയിക്കുള്ളൂ. ആര് വേണം ജയിക്കാമെന്നുള്ളതാണ്. അപ്പോൾ അതെന്തോ ആയിക്കോട്ടെ. ഞാനിവിടെ പറയാൻ വന്നത് മറ്റൊന്നുമല്ല. മറ്റൊരു ഞെട്ടിക്കുന്നൊരു വാർത്ത വരുന്നുണ്ട്. നമ്മുടെ രോഹിത് ശർമ്മയെക്കുറിച്ചൊരു വാർത്ത വരുന്നുണ്ട്. നമ്മുടെ മാടൻ രോഹിത് എന്നൊക്കെ ഞാൻ കളിയാക്കി വിളിക്കുന്ന ഒരു ഞെട്ടിക്കുന്ന വാർത്തയാണ്. അതായത് ഞായറാഴ്ച, അതായത് 19-ാം തീയതി ലോർഡ്സിലാണല്ലോ ഈ പറയുന്ന ഏകദിനത്തിന്റെ അവസാനത്തെ കളി. അന്ന് പിന്നീട് രോഹിത് ശർമ്മയുടെ അവസാന കളിയായിരിക്കും എന്നുള്ള ശക്തമായിട്ടുള്ള റിപ്പോർട്ട് വരുന്നുണ്ട്. കുറെ പിന്നീട് ചാനലുകൾ, അതായത് നമുക്ക് ക്രെഡിബിലിറ്റി ഉള്ള ചാനലുകൾ തന്നെ അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ നോക്കിയപ്പോൾ സംഭവം ശരിയാണ്. അതായത് ജൂലൈ 19 ഞായറാഴ്ച ലോർഡ്സിൽ ഇംഗ്ലണ്ടിൽ നടക്കുന്ന മൂന്നാം ഏകദിന മത്സരം അദ്ദേഹത്തിന്റെ കരിയറിലെ അവസാന അന്താരാഷ്ട്ര മത്സരമായിരിക്കും എന്ന് പുറത്തുവരുന്ന ശക്തമായ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അത് സത്യമാണ് കേട്ടോ. അപ്പോൾ ഈ വരുന്ന 19-ാം തീയതി വരെ ഉള്ളൂ എന്നുള്ളതാണ്. 2027 നടക്കുന്ന ഏകദിന ലോകകപ്പിനുള്ള BCCIയുടെ ഭാവി പദ്ധതികളിൽ 39-കാരനായ രോഹിത് ശർമ്മ ഉൾപ്പെടുന്നില്ല. അതായത് അഗാർക്കറും ഗംഭീറും കൂടി തീരുമാനിച്ച്, അതായത് BCCI ആണ് ഈ പറയുന്ന രോഹിത് ശർമ്മയോട് ഇത് അറിയിച്ചിരിക്കുന്നത്. നിങ്ങൾ ഈ വരാൻ പോകുന്ന 2027 നടക്കാൻ പോകുന്ന വൺ ഡേ ഏകദിനത്തിൽ നിങ്ങളുടെ പേരിൽ നിങ്ങൾക്ക് 39 വയസ്സായി പിന്നീട് യങ്സ്റ്റേഴ്സിന് പിന്നെ ജയ്സ്വാളിനെ പോലുള്ള യങ്സ്റ്റേഴ്സിന് എന്താണ് അവസരം കൊടുക്കണം. അതുകൊണ്ട് നിങ്ങൾ ലിസ്റ്റിൽ ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഈ വരുന്ന അടുത്ത ഏകദിനത്തിൽ അവൻ്റെ അവസാനത്തെ കളിയാകും എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. എന്ന് അജിത് അഗാർക്കറുടെ നേതൃത്വത്തിലുള്ള സെലക്ഷൻ കമ്മിറ്റിയും മുഖ്യ പരിശീലകനും ഗൗതം ഗംഭീർ അദ്ദേഹത്തെ അറിയിച്ചതായി പ്രമുഖ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. രോഹിത് ശർമ്മയുടെ ഇപ്പോഴത്തെ കരിയർ നില നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മറ്റ് ഫോർമാറ്റുകളിൽ നിന്ന് അദ്ദേഹം ഇതിനകം പിന്മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദിനത്തിൽ മാത്രമാണ് അദ്ദേഹം അന്താരാഷ്ട്ര തലത്തിൽ കളിക്കുന്നത്. മനസ്സിലായി. ഇപ്പോഴത്തെ എനിക്കൊന്നിന് ഇപ്പോഴത്തെ പുള്ളി ഒരു എത്ര കളി കളിച്ചതിൽ ഏതാണ്ട് 30-ന്റെ ആവറേജ് എന്തോ ഉള്ളൂ. ഇന്നത്തെ കളി നമ്മൾ നോക്കിയാലും നമുക്ക് മനസ്സിലാകും എന്നുള്ളതാണ്. അതായത് ഇന്നും ഭയങ്കര പ്രശ്നമായിരുന്നു. എങ്കിലും പെട്ടെന്ന് ഇങ്ങനെ പോകുമെന്ന് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് കപ്പ് ഉണ്ടെന്ന് ഞാൻ സത്യം പറഞ്ഞ് ഞാൻ വിചാരിച്ചു. ഇന്നിത്തിരി ഫോമൗട്ടായിരുന്നു. മറ്റേ അടിയൊന്നും കണ്ടില്ല. പക്ഷെ കഴിഞ്ഞ സീരീസിലൊക്കെ 50 എന്തോ അടിച്ചില്ല. എൻ്റെ ഓർമ്മ അങ്ങനെയെങ്കിൽ ശരിയാണ്. ഇപ്പോഴത്തേക്ക് 5 കളിയുണ്ട്, 5-6 കളിയിൽ കാണിച്ചിട്ടുണ്ട്. 29 30 എന്തോ ആവറേജ് ഉള്ളൂ എന്നൊക്കെ പറയാമെങ്കിലും. പക്ഷേ ഈ പറയുന്ന കോഹ്ലി ഇന്ന് അടിപൊളിയായിട്ട് കളിച്ചല്ലോ. 65 റൺസ് എന്തോ അടിച്ചല്ലോ. എന്തായാലും വളരെ ഡെസപ്പ്. ഒരു കാലത്ത് നമ്മളെയൊക്കെ ഇപ്പോഴത്തെ ഷോർട്ട് ബോളുകളുടെ രാജാവായിരുന്നു. പെട്ടെന്നിങ്ങനെ ഇങ്ങനെ എടുത്ത് പുറത്തെറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ യങ്സ്റ്റേഴ്സ് വരണം ഇല്ലെന്നല്ല, എങ്കിലും ഒരു സങ്കടമുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും കമൻറ്റായി രേഖപ്പെടുത്തു. ഈ കളി ആര് ജയിക്കുന്നൊരു പിടുത്തമില്ല കേട്ടോ. ഇപ്പം കണ്ട ഇപ്പോൾ ജോ റൂട്ട് പോയല്ലാതെ നമുക്ക് ഒരു രക്ഷയില്ല. എന്തായാലും റിവ്യൂ ആയിട്ട് നാളെ വരാം. ഓക്കെ.